നമസ്കാരം. മിത്ത് വേഴ്സസ് ഫാക്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്രാവശ്യം പറയാൻ പോണത് കർണനെയാണ്. എല്ലാവരും ഭയങ്കര ഫാൻസുള്ള ഒരു കഥാപാത്രമാണ് മഹാഭാരതത്തിലെ കർണൻ എന്ന് പറയുന്നത്. കർണന് ഒറ്റയ്ക്ക് നിന്ന് കുരുക്ഷേത്ര യുദ്ധം ജയിക്കാൻ സാധിക്കും. കർണനാണ് ഏറ്റവും വലിയ പോരാളി. കർണനെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല. കർണനാണ് ധർമ്മിഷ്ഠൻ. ദുര്യോധനൻ്റെ കൂടെ നിൽക്കണ കാരണമായിരുന്നു കർണൻ അധർമ്മങ്ങളുടെ കൂടെ എല്ലാം പ്രവർത്തിക്കേണ്ടി വന്നത് എന്ന ഒരു ചിന്തകളാണ് എല്ലാവർക്കും കർണനുള്ളത്. എന്നാൽ ഈ തെറ്റിദ്ധാരണകളൊക്കെ തെറ്റാണ്. ഇതെല്ലാം തെറ്റാണ്. കർണൻ ദുര്യോധനൻ്റെ കൂടെ കൂടിയതുകൊണ്ട് മാത്രം ആയതൊന്നുമല്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായും ശരിയല്ല. പിന്നെ കർണൻ അജയ്യനാണ് എന്ന കാര്യങ്ങളും തെറ്റാണ്. കർണൻ പല തവണ തോൽവികൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. കർണൻ ഇതുവരെ ആരുടെ മുമ്പിലും തോറ്റിട്ടില്ല. അവസാനം കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനനുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രഥചക്രം താഴ്ന്ന കാരണമാണ് കർണനെ അർജുനന് വധിക്കാൻ പറ്റിയത് എന്നൊക്കെ ഒരു തരം ചിന്തകൾ നമ്മളുടെ ഉള്ളിലുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും തെറ്റാണ്. കർണൻ പലതവണ പലരുമായിട്ടും തോറ്റിട്ടുണ്ട്. പിന്നെ അതുപോരാതെ ദ്രൗപദി സ്വയംവരത്തിൽ കർണന് സൂതപുത്രൻ എന്ന് പറഞ്ഞ് അപമാനം ഏറ്റുവാങ്ങിയിട്ട് കർണൻ അവിടുന്ന് പിന്മാറാണ് ഉണ്ടായത് എന്നാണ് പലതിലും പ്രവർത്തിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഞാൻ ഈ പറയുന്നതൊക്കെ ബാക്കിയുള്ള കൂട്ടിച്ചേർക്കലുകളൊന്നും വെച്ചിട്ടല്ല, ക്രിട്ടിക്കൽ എഡിഷൻ വെച്ചുകൊണ്ടാണ് ഞാനിതെല്ലാം പറയുന്നത്. എന്ന് വെച്ചാൽ മഹാഭാരതത്തിൽ ദ്രൗപദി സ്വയംവരത്തിൽ കർണൻ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വില്ല് ഉലയ്ക്കാൻ പറ്റാതെ കയ്യിൽ നിന്ന് വില്ല് തെറിച്ചു പോയി തോറ്റ് പിന്മാറുന്നുണ്ട്. തുടർന്ന് ബ്രാഹ്മണ വേഷധാരിയായിട്ടുള്ള അർജുനൻ വില്ല് ഉലച്ച് വിജയിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇത്രയും ക്ഷത്രിയന്മാരുണ്ടായിട്ട് ബ്രാഹ്മണന്മാർ ജയിക്കണത് ക്ഷത്രിയന്മാർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാരണം ഈ ക്ഷത്രിയന്മാരും കർണനും എല്ലാവരും കൂടിയിട്ട് അർജുനനെ ആക്രമിക്കുന്നുണ്ട്. ഇതാണ് കർണനും അർജുനനും തമ്മിലുള്ള ആദ്യത്തെ ആക്രമണം. നേരിട്ടുള്ള. എന്നാൽ അർജുനൻ്റെ മുമ്പിൽ കർണനെ പിടിച്ചു നിൽക്കാൻ പറ്റാണ്ട് കർണൻ പിൻവാങ്ങാനുണ്ടായത്. മഹാഭാരതത്തിൽ അർജുനനും കർണനും ആദ്യമായിട്ടല്ല കർണപർവ്വത്തിൽ ഏറ്റുമുട്ടണത്. അതിനു മുമ്പ് പല തവണ കർണൻ അർജുനനായിട്ട് ഏറ്റുമുട്ടിയിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും കർണൻ തോറ്റു പിന്മാറിയിട്ടുണ്ട്. അതാണ് മറ്റൊരു തെറ്റിദ്ധാരണ. കർണനാണ് അജയ്യൻ എന്ന് പറയുന്നത്. കർണൻ അജയ്യനൊന്നുമല്ല. പല തവണ പലരുമായിട്ട് തോറ്റിട്ടുണ്ട്. മഹാഭാരതത്തിൽ ഏറ്റവും കൂടുതൽ തോറ്റു ഓടിയിട്ടുള്ളൊരു യോദ്ധാവ് കർണനാണ്. അതാണ് സത്യം. ഇത് ഫാൻസിന് അംഗീകരിക്കാൻ പറ്റാവുന്നൊരു കാര്യമില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ തോറ്റു ഓടിയിട്ടുള്ള കഥാപാത്രം കർണൻ തന്നെയാണ്. പിന്നെ ധാരാളം കൂട്ടിച്ചേർക്കലുകൾ പൊലിപ്പിക്കലൊക്കെ കർണനെ പറ്റിയിട്ടുണ്ടായിട്ടുണ്ട്. അതിൽ വലിയൊരു തെറ്റിദ്ധാരണയാണ് കൽക്കി സിനിമയിലത്തെ. കർണൻ്റെ അമ്പേറ്റിട്ട് കൃഷ്ണൻ്റെ അർജുനൻ്റെ രഥം 16 യോജന പുറകോട്ട് പോയിരുന്നു. ഈ 16 യോജന എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു 200 കിലോമീറ്ററോളം വരും. അത്രയും കിലോമീറ്റർ അർജുനൻ്റെ രഥം പുറകോട്ട് പോയി എന്നാണ് പറയണത്. ക്രിട്ടിക്കൽ എഡിഷൻ വെച്ചിൽ ഇങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല. കർണൻ്റെ അമ്പേറ്റിട്ട് അർജുനൻ്റെ രഥം 16 യോജന പോയിട്ട് ഒരടി പോലും പുറകോട്ട് പോയിട്ടില്ല. വേറൊരു സംഭവം ഉണ്ടാകുന്നുണ്ട്. ശ്രീകൃഷ്ണൻ പെരുവിരൽ താഴ്ത്തുന്നുണ്ട്. പെരുവിരൽ അമർത്തിയിട്ട് രഥം താഴ്ത്തുന്നുണ്ട്. ഇത് സത്യമാണ്. അങ്ങനൊരു സംഭവം ഉണ്ടാകുന്നുണ്ട്. ഇനി കർണന് ഏറ്റിട്ടുള്ള തോൽവികൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന് ഞാൻ പറഞ്ഞു, ദ്രൗപദി സ്വയംവരം. അതിനു മുമ്പ് വേറൊരു സംഭവം നോക്കാം. കർണൻ ചെയ്തിട്ടുള്ള അധർമ്മങ്ങൾ. കർണൻ നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത് രാജാവായതിനു ശേഷം, അംഗരാജ്യത്തെ രാജാവായതിനു ശേഷമാണ് കർണൻ ഇങ്ങനെ ദുര്യോധനൻ്റെ ഉറ്റ സുഹൃത്തായതും അതിനു മുമ്പ് പാണ്ഡവരെ ഒന്നും ചെയ്തിട്ടില്ല, ദുര്യോധനൻ്റെ കൂടെ നിന്നിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത് എന്നൊക്കെ കുറേ തെറ്റിദ്ധാരണകളുണ്ട്. എന്നാൽ അങ്ങനെയൊന്നല്ല. കർണനാണ് ദുര്യോധനനെ ഓരോന്ന് പറഞ്ഞിട്ട് തിരിപ്പിക്കുന്നത്. പല സന്ദർഭങ്ങളിലും കർണനും ശകുനിയും ദുര്യോധനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഗൂഢാലോചനകൾ നടത്തണത് മഹാഭാരതത്തിലുണ്ട്. അങ്ങനെ കുറേ സീനുകളുണ്ട്. ഭീഷ്മർക്കും ദ്രോണർക്കും
കർണനൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇവർ തന്നെ ദുര്യോധനോട് പറയണ്ടേ, ഈ കർണൻ, ശകുനി ഇവരാണ് നിന്നെ വഴിതെറ്റിക്കണത്, ഇവരെ കൂട്ടുകെട്ട് വിടണതാണ് നല്ലത് എന്ന് ഭീഷ്മരും ദ്രോണരും ഒക്കെ ദുര്യോധനോട് പറയുന്നുണ്ട്. കർണൻ തന്നെയാണ് ദുര്യോധനൻ ഓരോന്ന് പറഞ്ഞിട്ട് പിരികേറ്റി കൊടുക്കണത്. കുട്ടിക്കാലത്ത് ഭീമനെ വിഷം കൊടുക്കാനും പുഴയിൽ തള്ളാനും ഒക്കെ കർണനുണ്ടായിരുന്നു കൂടെ. ഇതിലൊക്കെ കർണൻ സജീവമായിട്ട് നിന്നിരുന്ന ആളാണ്. അപ്പോൾ അത്ര വലിയൊരു ധർമ്മിഷ്ഠനായിട്ടൊന്നും കർണനെ കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി കർണൻ ഏറ്റിട്ടുള്ള തോൽവികൾ: ഒന്ന് ദ്രൗപദി സ്വയംവരം, പിന്നൊന്ന് ഗന്ധർവയുദ്ധം. ഗന്ധർവയുദ്ധം ഈ പാണ്ഡവരുടെ മുമ്പിൽ ശക്തി തെളിയിക്കാനൊക്കെ ആയിട്ട് കർണൻ ദുര്യോധന ഓരോന്ന് പറഞ്ഞ് മോട്ടറാക്കിയിട്ട് ഗന്ധർവന്മാരെയൊക്കെ ആയിട്ട് പോയിട്ട് ആക്രമിച്ച്, എന്നിട്ട് ഗന്ധർവന്മാർ ദുര്യോധനെ കെട്ടിയിട്ട് കർണനെ അവരെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാണ്ട് രഥത്തിൽ കയറി ഓടിപ്പോയി. എന്നിട്ട് പാണ്ഡവരാണ് ദുര്യോധനെ വന്ന് രക്ഷിക്കണത്. പിന്നെ വിരാട യുദ്ധം. വിരാട യുദ്ധമാണ് അർജുനൻ്റെ ഒരു ഡോമിനേഷൻ ശരിക്കും അറിയണത്. പരമശിവൻ വരെ പറയുന്നുണ്ട് അർജുനൻ്റെ 16-1 പോലും മറ്റുള്ള യോദ്ധാക്കളില്ലാന്ന്. അത് പക്കയായിട്ട് തെളിയിക്കണ ഒരു പർവ്വമായിരുന്നു വിരാടപർവ്വം. ഈ വിരാടപർവ്വത്തിൽ കർണൻ അർജുനനോട് 2 തവണയാണ് തോറ്റുകൊടുക്കുന്നത്. ഇതിൽ വേറൊരു സംഭവമുണ്ട്. കർണൻ എപ്പോഴും ഒരു സ്വയംപുകഴ്ത്തിയായിരുന്നു. താനൊരു വീരയോദ്ധാവാണ്, തനിക്കൊപ്പം ആരുമില്ല എന്നൊക്കെയുള്ളൊരു പറച്ചിലും സ്വയം പുകഴ്ത്തലും എന്താ പറയുക, വലിയ ഡയലോഗടിയും കാര്യങ്ങളൊക്കെയുള്ള ഒരാളാണ് കർണൻ. നമ്മൾ ഈ സിനിമയിലോ സീരിയലിലോ ഒന്നും കാണുന്ന ഒരു കർണനല്ല മഹാഭാരതത്തിലെ കർണൻ. ഈ വിരാടപർവ്വത്തിൽ അർജുനൻ ഏറ്റവും അവസാനം സമ്മോഹനാസ്ത്രം പ്രയോഗിച്ചിട്ട് എല്ലാവരെയും ബോധം കെടുത്തിയിട്ട് എല്ലാവരുടെയും പട്ടുവസ്ത്രങ്ങൾ ഊരിയെടുക്കുന്നുണ്ട്. അതിൽ ഈ കർണൻ്റെ പട്ടുവസ്ത്രങ്ങൾ ഊരിയെടുക്കുന്നുണ്ട്. എന്നിട്ട് തുണിയൊന്നും ഇല്ലാണ്ടാണ് കൗരവരന്ന് പോയിട്ടുള്ളത്. ഇതൊക്കെ മഹാഭാരതത്തിലുള്ളതാണ്. ഈ വിരാടപർവ്വമൊന്നും പക്ഷേ ഈ സീരിയലൊന്നും കാണിക്കില്ല. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കർണൻ എന്നുള്ള ഇമേജൊക്കെ പോകും. കർണൻ ഓൾറെഡി 2 വട്ടം അർജുനനോട് തോറ്റ് പിൻവാങ്ങി എന്നുള്ളത് ഓക്കെ. അതുപോരാഞ്ഞിട്ടോ ഈ കർണൻ്റെ സഹോദരൻ സംക്രമജിത്തിനെ കർണൻ്റെ മുമ്പിലിട്ടിട്ടാണ് അർജുനൻ കൊല്ലണത്. കർണന് നോക്കി നിൽക്കാനേ പറ്റുള്ളൂ. അർജുനൻ്റെ അമ്പുകൾ ഇട്ടിട്ട് കർണനെ അവിടെ ആക്രമിക്കാനോ ഒന്നും ചെയ്യാൻ പറ്റാണ്ട് പിൻവാങ്ങാണ്ടായത്. പിന്നെ ഭീഷ്മർക്കും ദ്രോണർക്കൊന്നും കർണന് വലിയ താല്പര്യമില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ. യുദ്ധം തുടങ്ങുമ്പോൾ ഭീഷ്മർ ഓരോ യോദ്ധാക്കളെ രഥി, അതിരഥി എന്നൊക്കെ പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കർണനെ അർദ്ധരഥി എന്നാണ് ഭീഷ്മർ പറഞ്ഞത്. എന്നിട്ട് അതിൻ്റെ പേരിൽ കർണനും ഭീഷ്മരും തമ്മിൽ നല്ല വർത്താനം ഉണ്ടായി, ഭയങ്കര പ്രശ്നം ഉണ്ടായി. ഭീഷ്മർ യുദ്ധകാലത്ത് നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഭീഷ്മർ വീഴാതെ ഞാൻ ഇനി യുദ്ധത്തിന് ഇറങ്ങില്ല എന്ന് പറഞ്ഞിട്ട് 10 ദിവസം കർണ യുദ്ധത്തിന് ഇറങ്ങിയിട്ടില്ല. ഭീഷ്മർ ശരശയ്യയിലായതിനു ശേഷമാണ് കർണ യുദ്ധത്തിന് ഇറങ്ങിയിട്ടുള്ളത്. പക്ഷെ ഇതൊന്നും കാണിക്കില്ല. ഇതൊന്നും സീരിയലിലോ മറ്റേ ഗ്രന്ഥങ്ങളിലോ ഒന്നും കാണിക്കില്ല. പിന്നെ കർണനെ ആരൊക്കെ തോൽപ്പിച്ചിട്ടുണ്ടെന്നറിയോ? ഗന്ധർവന്മാർ. വിരാടപർവ്വത്തിൽ അർജുനൻ, ദ്രൗപദി സ്വയംവരത്തിൽ അർജുനൻ തോൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഭീമൻ തോൽപ്പിച്ചിട്ടുണ്ട്, യുധിഷ്ഠിരൻ തോൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ ആരാ? ഇത്രയും പേര് ഇപ്പം എൻ്റെ ഓർമ്മയിൽ വരണ തട്ട അത്രയും പേരൊക്കെ തോൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ കൽക്കി സിനിമ ഉണ്ടല്ലോ, കൽക്കി സിനിമയിൽ അശ്വന്താത്മാവിനെയും കർണനെയും ഒക്കെ ഭയങ്കര സുഹൃത്തുക്കളാക്കിയിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പ്രഭാസ് വന്നിട്ട് വൈകിപ്പോയോ ആചാര്യപുത്ര എന്നൊക്കെ ചോദിക്കണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ അശ്വന്താത്മാവും കർണനൊക്കെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സാണെന്ന് തോന്നും. പക്ഷേ മഹാഭാരതത്തിൽ അശ്വന്താത്മാവിന് കണ്ണിന് നേരെ കണ്ടുകൂടാ കർണനെ. ഈവൻ വലിയ സ്വയംഭു കൊടുത്തിയും ഡയലോഗടിക്കാരനും ദുര്യോധനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിനും ഒക്കെ ആയിട്ടുള്ള ഒരാളായിട്ടാണ് അശ്വന്താത്മാവ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അശ്വന്താത്മാവിന് കർണനെ ഇഷ്ടമല്ല. പിന്നെ അതിൽ വേറൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അശ്വന്താത്മാവ് യുദ്ധകളത്തിൽ തോറ്റു നിൽക്കുമ്പോൾ കർണനാണ് വന്ന് രക്ഷിക്കണത്. പക്ഷേ ശരിക്കുള്ള മഹാഭാരതത്തിൽ നേരെ തിരിച്ചുള്ളത്. കർണൻ ഇങ്ങനെ പലതവണ തോറ്റു കൊടുക്കുമ്പോൾ അശ്വന്താത്മാവാണ് വന്ന് രക്ഷിക്കണത് യുദ്ധകളത്തിൽ വെച്ചിട്ട്. അത് എത്രയോ വട്ടം പലരും പലയിടത്തുനിന്നായിട്ട് കർണനെ രക്ഷിക്കുന്നുണ്ട് തോറ്റിട്ട്.
ഇനി ഭീമനും കർണനുമായിട്ടുള്ള യുദ്ധം. കർണനുമായിട്ടുള്ള യുദ്ധത്തിൽ കർണന് ഭീമനുമായിട്ട് പിടിച്ചു നിൽക്കാൻ തന്നെ പറ്റണില്ല. കർണനെ രക്ഷിക്കാനായിട്ട് വന്നിട്ടുള്ള 31 കൗരവരെ കർണൻ്റെ മുമ്പിലിട്ടിട്ട് ഭീമൻ കൊന്നു. ഒരെണ്ണത്തിനെ പോലും രക്ഷിക്കാൻ കർണന് പറ്റിയിട്ടില്ല. എന്നിട്ട് അവസാനം ഭീമനെ ഒരുവിധം തോൽപ്പിക്കണമുണ്ട്. ഈ ഭീമനെ പേടിച്ചിട്ട് യുദ്ധത്തിനിടയിൽ ഈ ഭീമനെ പേടിച്ചിട്ട് കർണരഥത്തിൽ ഒളിക്കണ കൂടിയുണ്ട്. പക്ഷെ ഇതൊന്നും സീരിയലിലോ സാഹിത്യകൃതികളിലോ ഒന്നും കാണില്ല. ശിവാജി സാവന്തിൻ്റെ കർണൻ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഉണ്ട്. അതിൽ ദ്രൗപദി സ്വയംവരല്ല, ദ്രൗപദി വസ്ത്രാക്ഷേപത്തിൻ്റെ സമയത്ത് കർണൻ്റെ വാക്കുകൾ കേട്ടിട്ടാണ് ദുര്യോധന സഭയിലേക്ക് കൊണ്ടുവന്നതും ദ്രൗപദിയെ വേശ്യാന്ന് പറഞ്ഞിട്ട് അപമാനിക്കണതും ഒക്കെ ചെയ്യണത്. പക്ഷേ ശിവാജി സാവന്തിൻ്റെ കർണനിൽ കൗരവർ ചെയ്യുന്ന അനീതി കണ്ട് സഹിക്കാൻ പറ്റാതെ തല താഴ്ത്തി നിൽക്കുന്ന ഒരു കർണനായിട്ടാണ് അവർ ചിത്രീകരിച്ചിരുന്നത്. നിങ്ങൾ ചിന്തിക്കുക, ഒരാളെ എങ്ങനെയൊക്കെ വെളുപ്പിക്കാൻ പറ്റുന്നു. പിന്നെ പല ആൾക്കാർ, പല കൗരവർ, പല കർണൻ്റെ മക്കളെ ഇവരൊക്കെ കർണൻ്റെ മുമ്പിലിട്ടിട്ട് വധിക്കുന്നുണ്ട് പലരും. പക്ഷെ ഇവരൊന്നും രക്ഷിക്കാൻ കർണനെ പറ്റണില്ല. ഞാൻ പറഞ്ഞുതരാം. കർണൻ്റെ മകനായിട്ടുള്ള പ്രസേനനെ ഭീമൻ വധിക്കുന്നുണ്ട്. ഇതൊക്കെ കർണൻ്റെ മുമ്പിലിട്ടിട്ടാണ്. കർണൻ്റെ മകൻ ഭാനുസേനൻ, പിന്നെ സുഷേനനെ നകുലൻ വധിക്കുന്നുണ്ട്, സത്യസേനനെ നകുലൻ വധിക്കുന്നുണ്ട്. കർണന് ഏറ്റവും പ്രിയപ്പെട്ടിട്ടുള്ള ഏറ്റവും മൂത്ത മോനായിട്ടുള്ള വൃഷസേനനെ കർണൻ്റെ മുമ്പിലിട്ടിട്ട് വധിക്കുന്നുണ്ട്. അത് കർണപർവ്വത്തിലാണുള്ളത്. പലതവണ അതുപോലെ അശ്വന്താത്മാവ് ഒരു വട്ടം കർണനെ കൊല്ലാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. അത് ദ്രോണരെ ഓരോന്ന് പറഞ്ഞിട്ട്, ദ്രോണർക്ക് അർജുനനാണ് ഏറ്റവും കൂടുതൽ സ്നേഹം, അതുകൊണ്ടാണ് യുദ്ധത്തിനൊന്നും ചെയ്യാത്തത്, അർജുനനെ കൊല്ലാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് കർണൻ ഭയങ്കര പ്രശ്നം ഉണ്ടായി. ദ്രോണരൊക്കെ കുറ്റം പറഞ്ഞിട്ട് അത് ദ്രോണർ മരിച്ചതിന് ശേഷമാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അശ്വന്താത്മാവിന് വിഷമവും ദേഷ്യവും സഹിക്കാണ്ട് ഇവനെ കൊല്ലാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു വിധത്തിലാണെന്ന് കൗരവർ കർണനെ അശ്വന്താത്മാവിനെയും പിടിച്ച് മാറ്റിയത്. ഇനി ഘടോത്കജൻ്റെ മുമ്പിൽ തന്നെ കർണന് പിടിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം വാസവി വെയിൽ എല്ലാ ദിവ്യാസ്ത്രങ്ങളും ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി വേറെ ഓപ്ഷൻ ഇല്ല, ഇത് ഉപയോഗിച്ച് പറ്റൂ എന്നുള്ള ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് ഇന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. ഘടോത്കജൻ്റെ മുമ്പിൽ കർണന് അറ്റാക്ക് ചെയ്തിട്ട് ഇനി ആയുധങ്ങളൊന്നുമില്ല, ദിവ്യാസ്ത്രങ്ങളൊന്നുമില്ല, എല്ലാം കഴിഞ്ഞു, ഇനി പിടിച്ചു നിൽക്കാൻ വേറൊന്നും ഇല്ല എന്ന് കണ്ടിട്ടാണ് ഘടോത്കജൻ്റെ വാസവി വേല് കർണന് ഉപയോഗിക്കണത് തന്നെ. അത് കൗരവപക്ഷത്തെ രക്ഷിച്ചു, അത് വേറെ കാര്യം. പിന്നെ വേറൊരു തെറ്റ് ദുര്യോധനിൽ പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ്രോണരുടെ മരണത്തിന് ശേഷം കർണനെ സൈന്യാധിപനാക്കിയതിന് പകരം അശ്വന്താത്മാവിനാണ് ആക്കണമെന്നുണ്ടെങ്കിൽ യുദ്ധം എന്തായാലും ജയിക്കുന്നില്ല, പക്ഷേ യുദ്ധം കുറച്ചും കൂടി നാൾ പിടിച്ചു നിന്നായിരുന്നു. ഇതൊക്കെ സത്യങ്ങളാണ്. നമ്മൾ ഈ സിനിമകളോ സീരിയലുകളോ സാഹിത്യകൃതികളോ കണ്ടുകൊണ്ട് കർണനെ ഒരിക്കലും നമ്മൾ അങ്ങനെയുള്ളൊരു വ്യക്തിയായിട്ട് കാണരുത്. ഇനി അഭിമന്യു വധം നമ്മൾ സീരിയലിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു സീനാണ്. അഭിമന്യുവിനെ കൊല്ലാൻ പറ്റാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ദുര്യോധനൻ്റെ ഓർഡർ പ്രകാരമാണ് കർണൻ മനസ്സോടെ അഭിമന്യുവിനെ വധിക്കണതും വധിച്ചതിന് ശേഷം കെട്ടിപ്പിടിച്ച് കരയണതൊക്കെ. ഇങ്ങനെയൊന്നല്ല മഹാഭാരതത്തിൽ. ശരിക്കും മഹാഭാരതത്തിൽ ഇങ്ങനെയൊന്നുമില്ല. കർണനൊക്കെ തോൽപ്പിച്ച് വിടുന്നുണ്ട്, അഭിമന്യു തോറ്റ് ഓടുണ്ട്. അങ്ങനെ ഈ അഭിമന്യുവിനെ തോൽപ്പിക്കാൻ പറ്റാണ്ട് എങ്ങനെ ഇവനൊന്ന് കൊല്ലുക, എങ്ങനെ ഇവനൊന്ന് തീർക്കുക എന്ന് വിചാരിച്ചിട്ടാണ് കർണൻ നിൽക്കണത്. പക്ഷെ അതൊന്നും ഇവിടെ സീരിയലിലും ഇതിലൊന്നും കാണില്ല. കാരണം എന്താ, കർണനെന്ന് വെച്ചിട്ടുള്ള ഇവര് പൊക്കി വെച്ചിട്ടുള്ള ഒരു ഇമേജ് നശിപ്പിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ടാണ് കർണൻ അഭിമന്യുവിനെ പുറകിൽ നിന്ന് അമ്പ് ചെയ്തിട്ട് അഭിമന്യുവിൻ്റെ വില്ല് മുറിക്കണത്. എന്നിട്ടാണ് മഹാരഥന്മാരെല്ലാം ചേർന്നിട്ട് അഭിമന്യുവിനെ കൊല്ലണത്. അപ്പോൾ ഇതാണ് കർണൻ എന്ന് പറയുന്ന യോദ്ധാവിൻ്റെ സത്യാവസ്ഥ. നമ്മൾ ഈ സിനിമകളിലോ സീരിയലിലോ കാണുന്നത് പോലല്ല, സാഹിത്യകൃതികളിലും കാണുന്ന പോലെ ഒന്നല്ല. ഇങ്ങനെയുള്ളൊരു വ്യക്തിയാണ് കർണൻ.
ഇതെല്ലാം. പക്ഷേ ആദ്യമായിട്ട് അറിയുന്നവർക്ക് ഇതെല്ലാം കുറച്ച് ഷോക്കിംഗ് ആയിരിക്കും. പക്ഷേ ഇതാണ് സത്യം. പക്ഷേ ഇതിന് ഇനി മറ്റൊരു പാർട്ടും കൂടിയുണ്ട്. അതും കൂടി കണ്ടിട്ട് നിങ്ങൾ പൂർണ്ണമായിട്ട് വിലയിരുത്തുക. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി.